Hi dears, welcome back to EduFix Academy. ഇന്ത്യയിലെ നമ്പർ 1 ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ. അപ്പോൾ എന്താണ് ഇഗ്നോയെ ഒരു നമ്പർ 1 ആക്കുന്നത്? 333 പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, UG കോഴ്സുകൾ, PG കോഴ്സുകൾ, MBA MCA പോലെയുള്ള പ്രോഗ്രാമുകൾ അടക്കം ഇതിലെന്താണ് ഇതുവരെ എന്തുണ്ട് 2 കോടിയിലധികം ഇൻസ്പെക്ഷൻ മുതൽ എന്നാണ് പറയുന്നത്. 2 കോടിയിലധികം സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ട്. 58 റീജിയണൽ സെൻറ്റേഴ്സും അതുപോലെ തന്നെ 2382 സ്റ്റഡി സെൻറ്റേഴ്സും ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ വിദേശങ്ങളിൽ 25 സെൻറ്റേഴ്സുകളും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയുടെ MBA കോഴ്സായ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. MBA ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. ജോലി സ്ഥലത്തിരുന്നുകൊണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലായിരുന്നാലോ നിങ്ങൾക്ക് എങ്ങനെയാണോ, നിങ്ങളിപ്പോൾ എവിടെയാണോ, ലോകത്തിൻ്റെ എവിടെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റും, സർട്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്. മാക്സിമം വരുന്നത് 4 years ആണ്. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. സ്പെഷ്യലൈസേഷൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഈ ഒരു കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് 3 year ഡിഗ്രിയാണ്. അത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനി ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 year ഡിഗ്രി പ്ലസ് അതിൽ എന്ത് വേണം, 50% മാർക്ക് നിങ്ങൾ ഒക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ SC ST OBC തുടങ്ങിയ കാറ്റഗറി, റിസർവ്ഡ് കാറ്റഗറി സ്റ്റുഡൻസിന് 45% മതി. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നൽകണം. അത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 16,700 ആണ്. എന്താണ് 700? രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും. അത് 16,700 രൂപ. സെക്കൻഡ് സെമസ്റ്ററിൽ 16,000. അതുപോലെ തന്നെ 4th സെമസ്റ്ററിലും 16,000 രൂപ. തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 18,000 രൂപ. തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു 8 ക്രെഡിറ്റിൻ്റെ പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കോർഡിനേറ്ററിൻ്റെ ഡീറ്റെയിൽസാണ് വിത്ത് ഫോൺ നമ്പർ, ഇമെയിൽ ID, പേര് എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഏതൊക്കെ റീജിയൻ സെൻറ്ററിലും ഏതൊക്കെ സ്റ്റഡി സെൻറ്ററിലാണ് നൽകുന്നത് നോക്കാം. നമ്മുടെ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഈ കാണിക്കുന്ന ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 3 കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ട്രിവാൻഡ്രത്ത് നോക്കാം. ട്രിവാൻഡ്രത്ത് ഈ പറയുന്ന 3 കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വടകര നോക്കാം. വടകരയിൽ ഈ ഒരു കോളേജ് മാത്രമേ, സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാസർഗോഡിൽ മാത്രമേ ഈ ഒരു MBA കോഴ്സ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു MBA കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ തരാം. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ MMBC 001 മുതൽ MMBC 007 വരെയുള്ള തിയറി സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് സെമസ്റ്ററിൽ MMBC 008 മുതൽ MMBC 014 വരെയുള്ള 7 സബ്ജക്റ്റുകൾ തിയറി പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. ഇതിൽ ടഫായിട്ട് MMBC 4, MMBC 5 നമ്മൾ കാണുന്നു. MMBC 14, MMBC 10 നമ്മൾ കാണുന്നു. ക്ലാസ് വേണ്ടവരെ എഡ്യൂഫിക്സ് അക്കാദമിയുമായി കോൺടാക്ട് ചെയ്യാം. നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് സെമസ്റ്ററിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 കമ്പൽസറി തിയറി പേപ്പറും ഒരു MMPP 001 എന്ന് പറയുന്ന ഒരു കോഴ്സ്, അതായത് പ്രൊജക്റ്റ് കോഴ്സുമാണ് ഉള്ളത്. ഓക്കെ, പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് 4 സബ്ജക്റ്റുകൾ നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 4 സബ്ജക്റ്റുകൾ നിങ്ങൾ ഇലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ അത് നമ്മൾ റീരജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തിരഞ്ഞെടുത്ത് തരും. അതുപോലെ തന്നെ സെമസ്റ്റർ 4 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 3 തിയറി കമ്പൽസറി പേപ്പേഴ്സ് MMBC 017 MMBC 019 അടങ്ങിയിട്ടുള്ള 3 കമ്പൽസറി പേപ്പേഴ്സും 4 കമ്പൽസറി പേപ്പേഴ്സും MMBC 20 ഉണ്ട്. അതുപോലെ തന്നെ 3 സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ഇലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കുകയും വേണ്ട. ഇത്രയാണ് നിങ്ങൾക്ക് കോഴ്സുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഇഗ്നോയിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെൻറ്റ് മാർക്കും അതുപോലെ റിട്ടൺ എക്സാമിൻ്റെ മാർക്കും വെയിറ്റേജ് നോക്കിയിട്ടാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുണ്ടോ പാസ്സായിട്ടില്ലേ എന്ന് തീരുമാനിക്കുന്നത്. വെയിറ്റേജിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം പാസ്സാവാനുള്ള മാർക്ക് വേണ്ടത് 40 ആണ് അസൈൻമെൻറ്റിനാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിട്ടൺ എക്സാമിനാണ് എന്നുണ്ടെങ്കിൽ 40% മാർക്ക് വേണം. 100-ലുള്ളതിന് 40 വേണം. 50 മാർക്കുള്ള ചില സബ്ജക്റ്റുകൾ ചില കോഴ്സുകൾക്കുണ്ട്, അതിനെന്ത് വേണം, ഏകദേശം 20 മാർക്ക് വേണം. ഓക്കെ, യു ജിക്കും പി ജിക്കും ഡിഗ്രിക്കും പി ജിക്കും ഇതിൻ്റെ മാർക്കുകൾ, പാസ്സാവാനുള്ള മാർക്കുകൾ, അതിൻ്റെ വെയിറ്റേജ് മാറ്റമുണ്ട്. യു ജിക്ക് 35ഉം പി ജിക്ക് 40%ആണ് മാർക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് നമ്മൾ ഇഗ്നോയിൽ MBA കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തോളൂ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ഫ്രീ വാട്സപ്പ് ചാനൽ നമ്മൾ നൽകിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് അറിയിക്കുവാൻ വേണ്ടി. കൂടുതൽ കോഴ്സുകളെക്കുറിച്ച് MBA അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുവരെ കേട്ടിരുന്നതിന് താങ്ക് യു.